ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങക്കായ ഒഴിച്ചുകറിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി തന്നെയാണിത്. അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 2 മുരിങ്ങക്കായ നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് തക്കാളി, ഉള്ളി സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അതൊരു 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ചെറുതായി കട്ട് ചെയ്തത് 1/2 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നീട് ഒരു പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ ഇതുപോലെ നീളത്തിൽ മുറിച്ച് നെടുകയൊന്ന് കീറി വെച്ചിട്ടുണ്ട്. പിളർന്നു പോകാത്ത രീതിയിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു മൺചട്ടി സ്റ്റവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഒന്ന് വഴറ്റി കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഉള്ളി ഒരുപാട് വഴന്നു പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന ആ തക്കാളിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. ഈ തക്കാളി വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി 5 എണ്ണം ചേർത്ത് കൊടുക്കുകയാണ്. ജീരകം 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തക്കാളിയൊക്കെ വെന്തോന്നൊന്ന് നോക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നല്ലതുപോലെ വഴന്ന് കിട്ടിയാലാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ മുരിങ്ങക്കായ കഷണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തിട്ട് വഴറ്റി വേവിക്കേണ്ട ആവശ്യമില്ല. മുരിങ്ങക്കായ നമ്മളിപ്പോൾ അരപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കലക്കി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മുരിങ്ങക്കായൊക്കെ നല്ലതുപോലെ വെന്ത് കഴിയുമ്പോഴേക്കും ഈ കറി ഒന്ന് വറ്റി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് വേവിച്ചെടുക്കുകയാണ്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് സമയം നമുക്കിത് വേവിച്ചെടുക്കണം. മുരിങ്ങക്കായ, തക്കാളി, മുരിങ്ങയില ഇതൊക്കെ കൊണ്ടുള്ള പലതരം വിഭവങ്ങളുടെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായി ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. 5 മിനിറ്റ് സമയം കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കി. കറിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി ഇതിലേക്ക് കുറച്ച് താളിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറിയാണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ കറി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.